جانم و شهید بشم. شما اول بزرگ بشید، انشالله قدرتون بلند بشه، درس بخونید و عالم بشین و انشالله برای اسلام مفید باشید. یه 80-90 سالم عمر کنید بعدم شهید بشید. ഒരു രാജ്യത്തിൻ്റെ പരമോന്നത നേതാവിനരികിലേക്ക് പോയിട്ട് ഒരു കുട്ടി പറയാണ്, എനിക്ക് രക്തസാക്ഷിയാവാനാണ് ആഗ്രഹമെന്ന്. അപ്പോൾ ആ ഒരു നേതാവ്, ഇനി അതല്ലെങ്കിൽ ആ ഒരു ആ രാജ്യത്തിൻ്റെ അധിപൻ വളരെ സ്നേഹത്തോടെ അടികെ ചേർത്ത് വെച്ചുകൊണ്ട് പറയുന്നത്, നീ ആദ്യം ഒന്ന് വലുതാവട്ടെ, എന്നിട്ട് നന്നായിട്ട് നീ ഒന്ന് പഠിക്കുകയൊക്കെ ചെയ്ത് ഇസ്ലാമിക കാര്യങ്ങളിലൊക്കെ കൂടുതൽ നിങ്ങൾ മനസ്സിലാക്കുകയൊക്കെ ചെയ്ത് പഠിക്കുകയൊക്കെ ചെയ്ത് വലിയൊരു നിലയിലെത്തിയിട്ട് അവസാനം ഒരു 80-90 വയസ്സൊക്കെ ആവുമ്പോൾ രക്തസാക്ഷി ആയിക്കോട്ടെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സ്നേഹത്തോടു കൂടി ചേർത്ത് വെച്ച് പറഞ്ഞ ഒരു നേതാവിൻ്റെ പേരാണ് ആയത്തുള്ള അലി ഖാംനൈ. അദ്ദേഹത്തിൻ്റെ ആ ഒരു വാക്ക് പോലെ തന്നെ 86-ാമത്തെ വയസ്സിൽ അദ്ദേഹം രക്തസാക്ഷിയായിരിക്കുകയാണ്. അതും റമദാനിൻ്റെ പുണ്യനാളിൽ. അദ്ദേഹത്തെ ജനങ്ങൾ വല്ലാതെ സ്നേഹിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തോടുള്ള ആ ഒരു സ്നേഹം എത്രത്തോളം ഉണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു വിയോഗം, ആ രക്തസാക്ഷിത്വ വിവരം ലോകം മുഴുവൻ അറിഞ്ഞപ്പോൾ തന്നെ എത്ര പ്രയാസപ്പെട്ടാണ് ഓരോരുത്തർ അത് ഏറ്റെടുത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വിജയിച്ചവരുടെ കൂട്ടത്തിലാണെന്ന് പറയാം. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു വിയോഗം ഒരുപാട് സങ്കടപ്പെടുത്തിയ ഒരു ജനതയാണ് ഇറാനുള്ളത്, ഇനി അതല്ലെങ്കിൽ ലോകത്തുള്ളത് എന്ന് തന്നെ നമുക്ക് അറിയാം. ഇപ്പം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം, ഇനി അതല്ല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അങ്ങ് ഇല്ലാതെയായി കളഞ്ഞു എന്നുള്ള ഒരു വലിയൊരു അഹങ്കാരത്തിലാണെങ്കിൽ അത് വെറുതെയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആഗ്രഹിച്ച ഒരു രക്തസാക്ഷിത്വമാണ് അദ്ദേഹത്തിലെത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ജനതയെ, അതല്ലെങ്കിൽ പിൻഗാമികളെ ആ രീതിയിൽ തന്നെയാണ് വളർത്തിയിട്ടുണ്ടാവുക. അപ്പം അദ്ദേഹത്തെക്കാൾ പേടിക്കേണ്ടവരായിട്ട് തന്നെ അമേരിക്കക്കും ഇസ്രായേലിനും പേടിക്കേണ്ടവരായിട്ട് തന്നെ അവരെന്ത് ചെയ്യും, അവിടെ ഉണ്ടാവും. അവരില്ലാതെയായൊന്നും പോവില്ല. ഒരു രക്തസാക്ഷിയിൽ നിന്ന് 1000 ആൾക്കാർ ഉടലെടുത്ത് വരുമെന്ന് പറയുന്നത് വെറുതെ അല്ല, സത്യമാണ്. അപ്പോൾ ഈ പറയുന്ന ആ ഒരു പിഞ്ചു കുട്ടിയോട് പറഞ്ഞതുപോലെ ആ കുട്ടിയൊക്കെ ആ ഒരു രക്തസാക്ഷിത്വത്തിന് വേണ്ടിയിട്ടാണ്. കാരണം എന്താണെന്നോ, അതിനത്ര വലിയ പവിത്രതയാണ്. രക്തസാക്ഷിത്വത്തോളം പവിത്രമായ ഒരു ഒരു വേർപാട്, ഇനി അതല്ലെങ്കിൽ ഒരു മരണമില്ല എന്നാണ്. അതിന് കൊടുക്കുന്ന ആ ഒരു പവിത്രത കൊണ്ട് തന്നെയാണ് അത് ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സമുദായത്തെ, ഒരു ജനതയെ പരാജയപ്പെടുത്താൻ ഒരു ശക്തിക്കും കഴിയില്ല എന്നുള്ളത് ഒരു സംശയവുമില്ല.